മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത്. 2023 വിവേക് കിരണ് ഇഡി സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 ഇഡി കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ്. എന്നാൽ വിവേക് കിരൺ ഹാജരായില്ല. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമൻസ് എന്നാണ് സൂചന. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ്. അത് 2023 സംഭവിച്ചതാണ്. ഇപ്പോഴാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. അതിനപ്പുറത്തേക്ക് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിവേക് കിരണിന്റെ ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ചോദ്യമുണ്ടാകും. സ്വാഭാവികമായിട്ടും സമൻസ് അയച്ചു, ഹാജരായില്ല, പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, എന്താണ് 2023 സംഭവിച്ച കാര്യങ്ങളുടെ പുറത്തു വരുന്ന വിവരങ്ങൾ സുനിൽ? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും വരെ എത്തിയിരുന്നു എന്നതിന്റെ പുറത്തറിയാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത്. അതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രേഖകളും തെളിവുകളും ഹാജരാക്കുന്നതിന് വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് ഈ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇഡി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയച്ചത്. അതായത് അന്നത്തെ ഇഡിയുടെ കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന PK ആനന്ദാണ് 2023 ഫെബ്രുവരി മാസം 14-ാം തീയതി രാവിലെ 10:30 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി കൊച്ചി ഓഫീസിലെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവേക് കിരണിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അന്ന് വിവേക് കിരൺ ഈ ചോദ്യം ചെയ്യലിനായി ഇഡി ഓഫീസിൽ എത്തിയില്ല. മാത്രവുമല്ല, അങ്ങനെ എത്താതിരുന്നതിന് ശേഷം ഇഡി എന്ത് നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കാരണം ഇഡി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്. സാധാരണഗതിയിൽ ഇഡി ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും അയാൾ ഹാജരാകാതിരിക്കുകയും ചെയ്താൽ പിന്നീട് വീണ്ടും നോട്ടീസ് അയക്കും. മാത്രമല്ല, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള അധികാരവും ഇഡിക്കുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തുടർ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ ഓഫീസിലാണ് 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് രാത്രി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് നമുക്കറിയാം. അത് വലിയ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ തേടി UAE അധികൃതരിൽ നിന്ന് ഇഡി വിശദാംശങ്ങൾ ശേഖരിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. വിവേകിനുള്ള സമൻസിന്റെ കോപ്പിയിൽ കൊച്ചി സോണൽ ഓഫീസിൽ നിന്നാണെന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. മാത്രമല്ല, ഇഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചാൽ വിവേക് കിരണിനുള്ള സമൻസ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനും കഴിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്, അല്ലെങ്കിൽ ക്ലിഫ് ഹൌസിലേക്കാണ്, ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്ന അഡ്രസ്സിലാണ് ഇഡി അത്തരത്തിൽ ഒരു നോട്ടീസ് അയച്ചത് എന്നത് കൃത്യമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കുന്ന കേസിൽ വിവേക് കിരണിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കരുതുന്നുണ്ട്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 തന്റെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് പറയുന്നത്. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവ ഹാജരാകുമ്പോൾ സമർപ്പിക്കണമെന്നും ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വിവേക് ഹാജരായില്ല. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നും ഇഡിയുടെ ഭാഗത്ത് മറുപടിയില്ല.